السلام عليكم ورحمة الله. بسم الله عظيم القدرة والشان سديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله ولا حول ولا قوة إلا بالله ولا حول ولا قوة إلا بك يا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: الدين النصيحة. قالوا لمن؟ قال لله ولرسوله ولأئمة المسلمين وعامتهم. صدق رسول الله صلى الله عليه وسلم. اللهم صل على سيدنا محمد وعلى آل وأصحاب سيدنا محمد. صلاة وسلاما عليك يا سيدنا يا رسول الله. ബഹുമാന്യരായ സാദാത്തുക്കൾ, പണ്ഡിതർ, സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകർ, സഹോദരങ്ങൾ, സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട മർഹൂം താജുൽ ഉലമ നയിച്ചതും ഇപ്പോൾ റഈസുൽ ഉലമ സുലൈമാൻ മുസ്ലിയാർ നയിച്ചുകൊണ്ടിരിക്കുന്നതും ആയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നും അതിൻ്റെ അടിസ്ഥാനവും രേഖയും അതൊന്നും ഇപ്പോൾ പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് പറയേണ്ട സമയത്ത് പറയാം. ആ മഹത്തായ സംഘടന, അതിൻ്റെ കീഴിൽ ഉലമാ, ഉമറാ എല്ലാവരും ചേർന്നുകൊണ്ട് അതിവിപുലമായ രീതിയിൽ നാം സംഘടിപ്പിച്ച സംഘടനയാണ് കേരള മുസ്ലിം ജമാഅത്ത്. അത് അഖിലേന്ത്യാ മുസ്ലിം ജമാഅത്ത് തന്നെയാണ് രൂപീകരിക്കുന്നത്. ഇപ്പോൾ ആദ്യമായി നമ്മുടെ കേരളത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് രൂപീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മുസ്ലിം സമുദായം അഭിമുഖീകരിക്കുന്ന നാലോന്മുഖമായ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും അവർക്ക്
ദിശാബോധം നൽകി സമുദായത്തെ ശാക്തീകരിക്കുകയും ചെയ്യുക. അതാണ് ഈ ജമാഅത്തിന്റെ ലക്ഷ്യം. മുസ്ലിം ജമാഅത്തിന്റെ ശക്തി മുസ്ലിംകൾ വളരെ ശക്തിയാർജിച്ചിട്ടുണ്ട്. പക്ഷേ മുസ്ലിം സമുദായം ശബ്ദിച്ചാൽ കേൾക്കപ്പെടാത്ത ഒരവസ്ഥ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ചിലരുണ്ട്. മുസ്ലിം സമുദായത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഭീകരന്മാരും തീവ്രവാദികളുമായി ചിത്രീകരിക്കുന്നവരുണ്ട്. മുസ്ലിം സമുദായത്തെ എവിടെയും ഉയരാൻ അനുവദിക്കാത്ത ചിന്താഗതിക്കാർ ഉണ്ട്. ഈ അവസ്ഥയിൽ മുസ്ലിം സമുദായത്തിന്റെ ശാക്തീകരണം വളരെ അനിവാര്യമാണ്. മുസ്ലിംകൾ ഭീകരന്മാരല്ല, മുസ്ലിംകൾ തീവ്രവാദികൾ അല്ല. മുസ്ലിംകൾ ഈ രാജ്യത്തിന് ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുള്ളവരാണ്. ഇന്ത്യ രാജ്യത്തിന് വലിയ വലിയ സംഭാവനകൾ ചെയ്തിട്ടുള്ളവരാണ് മുസ്ലിം സമുദായം. ഇന്നും മുസ്ലിം സമുദായം ഇവിടെ വലിയ സംഭാവനകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. സമാധാനത്തിനും സൗഹൃദത്തിനും സഹിഷ്ണുതയ്ക്കും വേണ്ടി ഏറ്റവുമധികം പ്രവർത്തിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന സംഘടന അത് മുസ്ലിം സംഘടനയാണ്. ഇത് ബോധ്യപ്പെടാത്തവരുണ്ടെങ്കിൽ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അതാണ് ഈ കേരള മുസ്ലിം ജമാഅത്തിന്റെ ലക്ഷ്യം. പരിശുദ്ധ ഇസ്ലാം ഒരിക്കലും ഇവിടെ പ്രകോപനത്തിലൂടെയോ പ്രലോഭനത്തിലൂടെയോ ഉണ്ടായ മതമല്ല. കാശ് കൊടുത്ത് മെമ്പർമാരെ ചേർത്തുന്ന മതമല്ല ഇസ്ലാം. മറിച്ച് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് കൊണ്ട് സ്ഥാപിതമായതും അതിനുശേഷം പ്രഗത്ഭരായ സ്വഹാബത്തിന്റെയും താബിഉകളുടെയും ഔലിയാക്കളുടെയും ആരിഫുകളുടെയും കറാമത്തുകൾ കൊണ്ട് ശക്തിപ്പെടുകയും ചെയ്ത മതമാണ് ഇസ്ലാം. നാം ഇപ്പോൾ നിൽക്കുന്ന ഈ കോഴിക്കോടിനെ സംബന്ധിച്ച് പരിശോധിച്ചാലും ഇവിടെ ഇസ്ലാം വളരുകയും വികസിക്കുകയും മാത്രമല്ല എത്ര വളരുമ്പോഴും മതസൗഹാർദ്ദവും മതമൈത്രിയും വേണമെന്ന് അനുഭവത്തിലൂടെ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തത് ഈ കോഴിക്കോട്ട് കഴിഞ്ഞുപോയ വലിയ വലിയ മതപണ്ഡിതന്മാരും ഔലിയാക്കളും ആരിഫുകളുമായിരുന്നു എന്ന് ചരിത്രമറിയുന്നവർക്ക് അറിയാൻ കഴിയും. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ഒറ്റപ്പെട്ട ഒരു സംഭവം എടുത്ത് അവന്റെ ആ സംഭവത്തിന്റെ വക്താവ് മുസ്ലിമാണെന്ന് പറയുകയും അതിന്റെ പേരിൽ മുസ്ലിം സമുദായത്തെ മുഴുവനും ഭീകരവാദികളും
തീവ്രവാദികളുമായി മുദ്രകുത്താനും അതിന്റെ പേരിൽ ആക്ഷേപിക്കപ്പെടാനും അനുവദിക്കുകയില്ല എന്ന ഉയർന്ന ശബ്ദം ഞങ്ങൾ എപ്പോഴും ശബ്ദിക്കുന്നു. നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നിയമവിധേയമായി ഇന്ത്യ രാജ്യത്ത് ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വലിയ കെട്ടുറപ്പുള്ള സംഘടനയാണ് ഈ കേരള മുസ്ലിം ജമാഅത്ത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. വാർത്താമാധ്യമങ്ങൾ പറയുന്ന വാക്കുകൾ വിട്ടുപോകരുതെന്ന് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയാണ്. മുസ്ലിം ജമാഅത്ത് പ്രവർത്തിക്കുന്നത് രാഷ്ട്രീയ സംഘടനയാണോ എന്ന് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഞങ്ങൾ കൗൺസിൽ യോഗം ചേരാൻ പോകുമ്പോൾ വഴിയിൽ വച്ച് ചില ചാനലിൽ പ്രഖ്യാപിക്കുന്നില്ലെങ്കിലും അത് രാഷ്ട്രീയ സംഘടനയാണോ അല്ലയോ എന്ന് ഇപ്പോഴൊന്ന് പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചു. ഇപ്പോൾ പറഞ്ഞാൽ പിന്നെ ചോദ്യം ചെയ്യുന്നതിന് മുന്നോട്ട് വന്നിട്ടില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് തന്നെ ഒന്നിനും കൊള്ളരുതാത്ത ആളാണെന്ന് പറയുകയും ചെയ്യുന്ന ഒരവസ്ഥയല്ലേ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. 100 കാര്യം ചെയ്യുമ്പോൾ 50 ശരിയോട് ടാക്സ് വിരിക്കുന്നു, നമ്മോട് വസൂലാക്കുന്ന കാശുകൾ. ഈ കാശുകൾ ചെലവഴിച്ചുകൊണ്ട് ഇവിടുത്തെ അസംബ്ലിയും പാർലമെന്റുമെല്ലാം ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് വേണ്ടി മാത്രം എത്ര ദിവസങ്ങളാണ് കഴിക്കുന്നത്? ഇതാണോ സംസ്കാരം? ഇതിനെയാണ് ആദ്യം ചോദ്യം ചെയ്യപ്പെടേണ്ടത്. ഇതൊരു രാഷ്ട്രീയമാണ്. ഇത് ഇന്നത്തെ ഭൗതിക രാഷ്ട്രീയം. ഞങ്ങൾ ഒരിക്കലും ഈ ഭൗതിക രാഷ്ട്രീയത്തിനില്ല. അതേസമയം ഭൗതിക രാഷ്ട്രീയം ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തെ അടിച്ചമർത്താൻ ആരെങ്കിലും ശ്രമിക്കുന്നുവെങ്കിൽ അതിനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നിയമവിധേയമായും പറയുകയും ചെയ്യും. രാഷ്ട്രീയമായി സംഘടിക്കുകയില്ല എന്ന് ആവർത്തിച്ച് ആണയിട്ട് പറയുന്നു. ദുർവ്യാഖ്യാനം ചെയ്യണ്ട. മുസ്ലിം സമുദായത്തിന് എന്തെല്ലാം അവകാശങ്ങൾ ഇവിടെ ഉണ്ട്. അതുണ്ടെന്ന് സ്ഥിരപ്പെടുത്തിക്കൊണ്ട് എത്ര കമ്മീഷനുകൾ ഇവിടെ വന്നു. ആ കമ്മീഷൻ വരുമ്പോൾ ഒരു ഒച്ചപ്പാട് ഉണ്ടാവുകയും അത് കഴിഞ്ഞ് 6 മാസം കഴിയുമ്പോൾ പുതിയ മറ്റൊരു കമ്മീഷനെ നിശ്ചയിക്കുകയും ആ കമ്മീഷന്റെ റിപ്പോർട്ട് വരികയും അല്ലാതെ ഇവിടെ ഇന്ത്യ ഗവൺമെന്റ് തന്നെ നിശ്ചയിച്ച കമ്മീഷനോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ നിശ്ചയിക്കുന്ന കമ്മീഷനുകളോ കൊണ്ടുവരുന്ന റിപ്പോർട്ട് ഇവിടെ ആരെങ്കിലും നോക്കാറുണ്ടോ? അത് നടപ്പിലാക്കാൻ ശ്രമിക്കാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഈ തർക്കത്തിന് അവകാശമുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ കേരള മുസ്ലിം ജമാഅത്ത് ഇത്തരം കാര്യങ്ങളെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുകയും നിയമവിധേയമായി അതിനെ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കുകയും ചെയ്യും. വർഗീയ ചേരിതിരിവുകളും കലാപങ്ങളും
ഇല്ലാതെയാക്കാൻ ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ഞങ്ങൾ ശ്രമിക്കും. മുസ്ലിം സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറയുമ്പോൾ മറ്റ് സമുദായങ്ങളെ മറന്നുകൊണ്ടല്ല ഞങ്ങൾ ഒരിക്കലും പറയുന്നതും പ്രവർത്തിക്കുന്നതും. ഈ രാജ്യത്ത് ബഹുഭൂരിപക്ഷം ആളുകളും മറ്റ് സമുദായങ്ങളാണെന്ന് ഞങ്ങൾക്കറിയാം. ഇന്ത്യ രാജ്യത്ത് മുസ്ലിംകളുടെ എണ്ണം കുറവാണെന്ന് ഞങ്ങൾക്കറിയാം. ഇനി കുറവല്ല അധികമായാലും ഇന്ത്യ രാജ്യത്തിന്റെ ഒരു നിയമമുണ്ട്, ഒരു തത്വമുണ്ട്. ആ തത്വത്തിൽ നിന്ന് വ്യതിചരിച്ചുകൊണ്ട് ഇവിടെ ആർക്കും മുന്നോട്ട് പോകാൻ പാടില്ല. രാഷ്ട്രീയ കക്ഷികളും മുന്നോട്ട് പോകാൻ പാടില്ല, മത പ്രവർത്തകന്മാരും മുന്നോട്ട് പോകാൻ പാടില്ല. മതത്തിന്റെ പേരിൽ പുതുതായി വരുന്ന നൂതന സിദ്ധാന്തക്കാർ, നൂതന ഇഖ്വാനുകൾ, അവരാണ് ഒരു ഭാഗത്ത് ഇവിടെ മുസ്ലിം സമുദായത്തെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത്. മുസ്ലിം സമുദായത്തെ വർഗീയവാദികളായും തീവ്രവാദികളായും തെറ്റിദ്ധരിക്കാൻ ഒരു കാരണം മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെ ഒരു ചെറിയ വിഭാഗം പുതിയ പുതിയ ആധുനിക ചിന്താഗതികളുമായി വന്നതിന്റെ പേരിലാണ്. അത് ഈ രാജ്യത്തുള്ള ഉലമാക്കൾ വളരെ ശക്തിയായി എതിർത്തു വന്നിട്ടുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടന ബഹുമാനപ്പെട്ട സയ്യിദ് വരക്കൽ മുല്ലക്കോയ തങ്ങളവറുകളും അബു സഅദാത്ത് അഹമ്മദ് കോയ സാലിയാത്ത് തങ്ങൾ, ശംസുൽ ഉലമ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാൻ അവറുകൾ തുടങ്ങിയ പ്രഗത്ഭരായ പണ്ഡിതന്മാർ നേതൃത്വം നൽകുകയും ഉപദേശിക്കുകയും സ്ഥാപിക്കുകയും ചെയ്ത സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാവാൻ തന്നെ കാരണം അതാണ്. ശിബിലീകരണം ഉണ്ടാക്കിയപ്പോഴാണ്. മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ നൂതന ആശയങ്ങൾ കൊണ്ടുവന്ന് അവരെ ശിബിലീകരിക്കുകയും അവരെ വിഭിന്ന ചിന്താഗതിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യാൻ ഈ പുതിയ ചിന്താഗതിക്കാർ വന്നു. മാത്രമല്ല ആലിമീങ്ങളെയും ഔലിയാക്കളെയും ആരിഫീങ്ങളെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ആ സമ്പ്രദായം ഇവിടുന്ന് എടുത്തു കളയുകയും എല്ലാവരും സമന്മാരാണെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഇവിടെ നൂതന സിദ്ധാന്തക്കാർ കൊണ്ടുവരാൻ തുടങ്ങി. അതിനെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വളരെ ശക്തമായി എതിർത്തിട്ടുള്ളത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ആ കാര്യത്തിൽ മുസ്ലിം ജമാഅത്തിന് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനം യാതൊരു വള്ളിപുള്ളിക്ക് വ്യത്യാസമില്ലാതെ നടപ്പിൽ വരുത്തുക, അത് തന്നെയാണ് മുസ്ലിം ജമാഅത്തിന്റെ ലക്ഷ്യമെന്ന് ഞാൻ ആണയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. മറ്റൊന്ന്, നമ്മുടെ ചെറുപ്പക്കാർ നല്ലവരായ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ വളർന്നു വരുന്നു. വിദ്യാഭ്യാസം വേണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ വിദ്യ അഭ്യസിക്കാൻ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും സംവിധാനമില്ല. ഇത് ശ്രദ്ധിക്കാനും ആളുകൾ ഇല്ല. ഇപ്പോ മനുഷ്യക്കടത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതര സ്റ്റേറ്റുകളിൽ നിന്ന് കുട്ടികൾ വന്ന് പഠിക്കുന്നതിനെ ശക്തമായി ചിലർ എതിർത്തു. ചില മന്ത്രിമാരും ഒരാലോചനയില്ലാതെ അത് മനുഷ്യക്കടത്താണ് എന്ന് പറഞ്ഞു. ഈ കേരളത്തിലും
കേരളത്തിന്റെ എല്ലാ ഭാഗത്തും പഠിക്കാൻ സ്ഥാപനമില്ലാത്തതുകൊണ്ട് കർണാടക സ്റ്റേറ്റിലും തമിഴ്നാട്ടിലും ഡൽഹിയിലും പോയി പഠിക്കുന്ന 10,000 എന്ന് ഇവർ പഠിക്കുന്നില്ല, ഇവർ മനസ്സിലാക്കുന്നില്ല. അതുപോലെ യുപിയിലും ബീഹാറിലും മധ്യപ്രദേശിലും ബംഗാളിലുമെല്ലാം പഠന സൗകര്യമില്ലാത്തത് കൊണ്ട് നമ്മുടെ നാടുകളിലേക്ക് കുട്ടികൾ കടന്നു വരുമ്പോൾ ഇതൊരു മനുഷ്യക്കടത്തായി ചിത്രീകരിക്കുന്നത് എന്ത് ബുദ്ധിയാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്റെ ചെറുപ്പത്തിൽ പാലക്കാട്ട് നിന്ന് മലപ്പുറത്തേക്ക് അരി കൊണ്ടുവരാൻ പാടുണ്ടായിരുന്നില്ല. പാലക്കാട് ജില്ലയിൽ നിന്ന് മലപ്പുറം ജില്ലയിലേക്ക്, കോഴിക്കോട് ജില്ലയിലേക്ക് അരി കൊണ്ടുവരാൻ പാടില്ല. കൊണ്ടുവന്നാൽ പിടിക്കും, കേസാക്കും. ജീവിക്കാൻ ജനങ്ങൾക്ക് അരിയില്ല. പാലക്കാട് ജില്ലയിലെ അരി കിട്ടണം. അതിന് പാവപ്പെട്ട ജനങ്ങൾ ഹാൻഡ് ബാഗുമായി പോയിട്ട് ആ ബാഗിൽ നിറച്ച് അരി കൊണ്ടുവന്ന് കോഴിക്കോട്ട് വിറ്റ അനുഭവം ഉണ്ട്. അതുപോലെ കേരളക്കരയിൽ നിന്ന് കർണാടക സ്റ്റേറ്റിലേക്ക് കശുവണ്ടി കൊണ്ടുപോകാൻ പാടില്ല. അവിടെ വഴിയിൽ പോയി നോക്കിയാൽ കാണാമായിരുന്നു, രാത്രി തലയിൽ കശുവണ്ടിയും ചുവന്നിട്ട് മലയിലൂടെ കാട്ടിലൂടെ നമ്മുടെ പ്രവർത്തകന്മാര് സ്റ്റേറ്റ് വിട്ട് കിടക്കും. കടന്നാൽ അവിടെ വില കിട്ടും, ഇവിടെ വിലയില്ല. ഇതിപ്പോ അടുത്തൊരു 10 കൊല്ലമായിട്ടേ ഉള്ളൂ എടുത്തു പോയിട്ട്. ഇങ്ങനെ ഒരു സ്റ്റേറ്റിൽ തന്നെ ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്കും, അതുപോലെ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്കും കടക്കാൻ പാടില്ലെന്ന വിധി എത്രമാത്രം അബദ്ധമാണ്. ആ അബദ്ധം ഇപ്പോൾ തിരുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, കാശ്മീരിൽ നിന്ന് അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാളിൽ നിന്ന്, ഇന്ത്യയുടെ മറ്റു ഭാഗത്തിൽ നിന്ന് കേരളത്തിലേക്ക് പഠിക്കാൻ വരുമ്പോൾ അതിന് ID വേണം എന്നല്ലാതെ അതിന്റെ അപ്പുറം ഒരു നിയമം എന്തിന്? അവർ ശരിക്കു വരുന്നതാണെന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു ID. മർക്കസ് സഖാഫത്ത് ഇന്ത്യയിൽ ഞങ്ങൾ കാശ്മീരിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവന്ന് പഠിപ്പിച്ചു. അൽഹംദുലില്ലാഹ്, ആ കുട്ടികൾ പഠിച്ച് തിരിച്ചു പോകുമ്പോൾ ഹിന്ദുസ്ഥാൻ ഹമാര, ഹിന്ദുസ്ഥാൻ ഹമാര എന്ന് പറയുന്ന കുട്ടികളാക്കി ഞങ്ങളവരെ മടക്കി അയച്ചു. ഇന്ത്യ നമ്മുടേതാണ്, ഇന്ത്യക്ക് കാശ്മീരെന്നോ അതല്ലെങ്കിൽ മറ്റ് സ്ഥലമെന്നോ വ്യത്യാസമില്ല, ഞങ്ങളൊക്കെ ഇന്ത്യക്കാരാണ്, ഇന്ത്യ ഞങ്ങളുടെ രാജ്യമാണ് എന്ന് പഠിപ്പിച്ച് അത് പ്രഖ്യാപിക്കുന്നവരാക്കിയാണ് നാം മടക്കി അയക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ നിലക്ക് അതൊക്കെ രേഖയോടുകൂടി വന്ന കുട്ടികളാണ്. മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള അനുവാദത്തോടുകൂടി ആളുകളെ അയച്ചുകൊണ്ട് ഞങ്ങൾ കൊണ്ടുവന്നതായിരുന്നു. അതുപോലെ പല സ്ഥലത്തും കൊണ്ടുവരുന്നു. എന്നാൽ ഇപ്പോൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ തീരുമാനം എവിടുന്നും കൊണ്ടുവന്നാൽ പറ്റൂല. റെയിൽവേ സ്റ്റേഷനിൽ പിടിച്ചു, അവിടെ പിടിച്ചു, ഇവിടെ പിടിച്ചു, എല്ലാ സ്ഥലത്തും പിടിച്ചിട്ട് തിരിച്ചയക്കുന്നു. ഈ പിടിച്ചു തിരിച്ചയക്കൽ നമ്മുടെ കേരളത്തിലേക്ക് ഇങ്ങോട്ട് തിരിച്ചയച്ചാൽ എന്നായിരിക്കും അവസ്ഥയെന്ന് എന്തുകൊണ്ടാണ് അവർ ചിന്തിക്കാത്തത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഭരിക്കുന്നവരും ഭരിപ്പിക്കുന്നവരും എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ചിന്തിച്ച് നല്ല ഒരു സംവിധാനം ഉണ്ടാക്കണം. വിദ്യാഭ്യാസത്തിന് ഇവിടെ കോളേജുകൾ ഉണ്ടോ നമ്മുടെ കേരളത്തിൽ? ഇനി എത്ര കോളേജുകൾ വേണം? ഇനി എത്ര സ്ഥാപനങ്ങൾ വേണം? ഈ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതിന് കൊള്ളിവെക്കാൻ നടക്കുന്നവരല്ലാതെ അത് ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്നവരെവിടെ? പക്ഷേ അവരെല്ലാം അല്ലാഹു പാഠം പഠിപ്പിച്ചു.
സ്ഥാപനമുണ്ടാക്കാൻ ഉത്സാഹിക്കുമ്പോ അതിനെതിരിൽ പ്രവർത്തിച്ചവരൊക്കെ അല്ലാഹു തആല ശരിക്ക് പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യും, യാതൊരു സംശയവും ഇല്ല. ഏതായിരുന്നാലും ഞാൻ പറയുന്നത്, ഇവിടെ വിദ്യാഭ്യാസത്തിന് സംവിധാനം വേണം. സഹിഷ്ണുതയില്ലാത്ത ഒരു വിഭാഗം ഇവിടെ വന്നുകൂടാ. മദ്യപാനികൾ വളർന്നു വന്നുകൂടാ. മദ്യപാനം, ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നത് അതിവിടുന്ന് തടയപ്പെടണം. എല്ലാ സ്കൂളുകളുടെയും മുമ്പിൽ മിഠായികളുടെ പേരിൽ കൊണ്ടുവന്ന് ചങ്ങലയായി തൂക്കിയിട്ട് നമ്മുടെ കുട്ടികളെ ഇപ്പോൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാനുള്ള മാർഗങ്ങൾ തുറന്നു കൊടുത്തിരിക്കുന്നു. രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം, നമ്മുടെ കുട്ടികൾ അങ്ങനെ ആയിക്കൂടാ. അതിന് നാം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. അങ്ങനെ ഇവിടെ എല്ലാവിധ ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കുന്നതിൽ നിന്ന് ഒഴിവായ ഒരു നല്ല സമൂഹം ഇവിടെ വളർന്നു വരണം. പലിശയും പൂഴ്ത്തിവെപ്പും ചതിയും വഞ്ചനയും അഴിമതിയും അത് മനുഷ്യന് അന്യമാണ് എന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം, ആ ഇസ്ലാമിന്റെ നയങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. അങ്ങനെ ഈ രാജ്യത്തിന്റെ നന്മ ഇവിടുത്തെ എല്ലാ ഭരണാധികാരികളും, ഏത് ഭരണാധികാരിയായാലും പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും എല്ലാവരും ഭരണാധികാരികളാണെന്ന് മനസ്സിലാക്കണം. അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കുന്നത്, പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കുന്നത് കുറെ ആളുകളെ ഭരിക്കാനും കുറെ ആളുകളെ ഭരണം നശിപ്പിക്കാനുമല്ല. അത് ഭരണത്തിൽ വന്നാൽ അവരും ഭരണാധികാരികളാണ്, പ്രതിപക്ഷത്തിരിക്കുന്നവരും ഭരണാധികാരികളാണ്. ഈ രാജ്യത്ത് നല്ലത് കണ്ടുപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളവരാണ് എന്ന് അവർ ശ്രദ്ധിക്കുകയും അവരോട് ഞങ്ങൾ പറയുന്നത്, ഈ രാജ്യത്തെ ജനങ്ങൾ പറയുന്നത് അവർ ചെവിക്കൊള്ളുകയും ചെയ്യണം. ആ നിലക്ക് ഈ രാജ്യത്ത് സമാധാനപരമായ ഒരു ജീവിതത്തിന് എല്ലാവിധ കളങ്ങളും ഒരുക്കി ആവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്ത് രാജ്യത്തെ മുസ്ലിം സമുദായത്തെ ഏകോപിപ്പിച്ചുകൊണ്ട് കൂട്ടിയിണക്കി ദിശാബോധം വളർത്തി അവർക്കങ്ങേയറ്റത്തെ പരിചാരവും പ്രവർത്തനവും ചെയ്തു കൊടുത്തുകൊണ്ട് മുന്നോട്ടു പോകാൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉലമാക്കളുടെ നിർദ്ദേശപ്രകാരം ഉപദേശപ്രകാരം ഈ രാജ്യത്തെ യുവാക്കളെയും കാരണവന്മാരെയും ചെറുപ്പക്കാരെയും എല്ലാം യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സംഘടന പ്രവർത്തിക്കുമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവർക്കും യൂണിവേഴ്സിറ്റി ഉണ്ട്. കേരളത്തിൽ അറബിക് യൂണിവേഴ്സിറ്റി ശബ്ദം തുടങ്ങിയിട്ട് കാലം കുറയായി. എന്താണ് ഈ അറബിക് യൂണിവേഴ്സിറ്റി നടപ്പിൽ വരാത്തത്? അതുകൊണ്ട് ഉടൻ അത് ഗവൺമെന്റ് നടപ്പിൽ വരുത്തണമെന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംരംഭം പരിപൂർണമായി വിജയിപ്പിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഔലിയാക്കളുടെ ആരിഫീങ്ങളുടെ മാർഗം കോഴിക്കോട് കഴിഞ്ഞുപോയ ഖാദി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി, കോഴിക്കോട്ടുകാരോട് ഞാൻ പറയട്ടെ, ഞങ്ങൾ ഇതിനു മുമ്പ് ന്യൂസിലാൻഡ്, ഫിജി, ഓസ്ട്രേലിയ ഇവിടെയെല്ലാം സന്ദർശിച്ചു. അവിടെ സന്ദർശിച്ചപ്പോൾ ഫിജിയിൽ ചെന്ന സമയം അവിടുന്ന് ഞങ്ങളെ സ്വീകരിക്കാൻ വരുന്നു, ദപ്പുമുട്ടിയിട്ട് കുട്ടികൾ വരുന്നു. ആ സമയത്ത് കുട്ടികൾ ചെല്ലുന്നത് അല്ലാഹുവിൻ തുതിയും സ്വലവാത്തും അതിനേൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ എന്ന് തുടങ്ങി കോഴിക്കോട്ട് ഖാദി മുഹമ്മദ് തങ്ങളുണ്ടാക്കിയ മുഹീദ്ദീൻ മാലയായിരുന്നു. ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് എവിടുന്നാണ് മുഹീദ്ദീൻ മാല കിട്ടിയത് എന്ന്. അവര് പറയുന്നു, 200 കൊല്ലം മുമ്പ് ഞങ്ങളെ പിതാമഹന്മാരിവിടെ കൊണ്ടുവന്ന് അവര് പഠിപ്പിച്ചതാണ് മുഹീദ്ദീൻ മാല. അതിപ്പോഴും ചൊല്ലി വരുന്നു. മങ്കൂസ് മൗലൂദ്, സറഫല്ലനാമ്, ബർസഞ്ചി ഇതെല്ലാം ഞങ്ങൾ ഓതി വരുന്നു എന്ന്
അവർ പറയുമ്പോൾ ഞങ്ങൾക്ക് എത്രമാത്രം ആനന്ദമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഇസ്ലാം മതം ആരും കെട്ടിപ്പടുത്തുണ്ടാക്കിയതല്ല, ആരെയും അടിച്ചമർത്തിയുണ്ടാക്കിയതല്ല. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് തങ്ങളവറുകളും അതുപോലുള്ള ഔലിയാക്കളും അരിഫീങ്ങളും ഇവിടെ പഠിപ്പിച്ചത് സമാധാനവും സൗഹൃദവും, അതേ സമയത്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ ശരിയായ നിലക്ക് മുറുകെ പിടിച്ചുകൊണ്ട് ഈ അഖീദയിൽ ഉറച്ചു നിൽക്കലും ആയിരുന്നു. ആ അഖീദയിലേക്ക് ജനങ്ങളെ കൊണ്ടുവരുന്നതിന് ഇവിടെ എല്ലാ ആളുകളും ഉലമാക്കളും ഉമറാക്കളും ഒത്തുകൊണ്ടുള്ള പ്രവർത്തനം അൽ ഉലമാഉ വൽ ഉമറാഉ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച രണ്ട് വിഭാഗം ആളുകളും യോജിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിനാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത്. അദ്ദീനു അൻ നസീഹത്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ദീൻ നസീഹത്താണ് എന്ന്. ആർക്കാണ് നബിയെ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിനും അവന്റെ റസൂലിനും ഇമാമുകൾക്കും പൊതുജനങ്ങൾക്കുമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചു. അല്ലാഹുവിലുള്ള വിശ്വാസം, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുള്ള വിശ്വാസം, ഇത് രണ്ടും ഉറപ്പിച്ചുകൊണ്ട് അതിനോട് ബന്ധപ്പെട്ട മുഴുവൻ വിശ്വാസങ്ങളും നിലനിർത്തിക്കൊണ്ട് മഹാന്മാരായ അയിമ്മത്തുകളെയും നേതാക്കളെയും ഔലിയാക്കളെയും അരിഫീങ്ങളെയും സ്വീകരിച്ചുകൊണ്ട് അവർ പഠിപ്പിച്ച, അവർ കാണിച്ചു തന്ന ശരിയായ മാർഗം ഇവിടെ സ്വീകരിച്ചു. അങ്ങനെ ആ മൂന്നാമത്തതും കഴിഞ്ഞാൽ നാലാമതായി ആമ്മത്തുന്നാസ്, പൊതുജനങ്ങൾക്ക് നന്മ ചെയ്യുക. അങ്ങനെ പൊതുജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ആലോചിച്ച് പ്രവർത്തിക്കാൻ ഈ സംഘടനക്ക് സാധിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് രക്ഷ നൽകുമാറാകട്ടെ. റഹ്മാനുർ റഹീമായ അല്ലാഹ് ഞങ്ങളുടെ എല്ലാ നേതാക്കൾക്കും, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ നേതാക്കൾ പേര് എണ്ണി പറയാൻ സമയമില്ല, അവർക്കെല്ലാവർക്കും നീ റഹ്മത്ത് ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ. അവരെ ദർജന വർദ്ധിപ്പിക്കണേ അല്ലാ. റഹ്മാനുർ റഹീമേ, രോഗിയായി കിടക്കുന്നവരുടെ രോഗം നീ ശിഫയാക്കണേ അല്ലാ. ഞങ്ങളെ എല്ലാവരെയും രോഗത്തെ കാത്തുരക്ഷിക്കണേ അല്ലാ. എല്ലാവരും ഇരിക്കണം, പോകാനായിട്ടില്ല. കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ വിശദീകരണമൊക്കെ പറയാൻ ആളുകളുണ്ട്. ബഹുമാനപ്പെട്ട പന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, അതുപോലെ സെയ്ദ് ഇബ്രാഹിം ഖലീൽ തങ്ങൾ, ജനറൽ സെക്രട്ടറിയായ പേരാണ് അബ്ദുറഹ്മാൻ തക്കാഫി, ഇവരൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പേര് നിർത്തിയത്. അല്ലാഹു തആല എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. കുറച്ച് സമയം നിർത്തി വിചാരിച്ച് ആരും എണീച്ചുകൊണ്ടാണ്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب